രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും വിവാദങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ കൈവരിക്കുന്ന അപൂർവമായ ചില നേട്ടങ്ങൾ നമ്മൾ കാണാതെ പോവുകയാണ്. കഴിഞ്ഞ വർഷം 2023 ജൂലൈയിൽ നമ്മൾ വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 അതിപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ എന്താണത് കൊണ്ടുവന്നിരിക്കുന്ന റിസൾട്ട് എന്നതിനെക്കുറിച്ച് പുതിയ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് കാണാതെ പോകരുത്. ഉദാഹരണത്തിന് ഈ 2024 സെപ്റ്റംബറിൻ്റെ അവസാനം ചന്ദ്രയാനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന പഠന റിപ്പോർട്ട് നമ്മുടെ മുന്നിലെത്തുമ്പോൾ ചന്ദ്രനിൽ ഇതുവരെ ആരും കണ്ടെത്താത്ത വിധത്തിലുള്ള, പ്രത്യേകിച്ച് സൗത്ത് പോളിൽ ഈ ചന്ദ്രയാൻ 3 പോയി ലാൻഡ് ചെയ്ത സ്ഥലമുണ്ടല്ലോ, ആ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്തതിൻ്റെ അടുത്തായിട്ട് 160 കിലോമീറ്റർ ഡയമീറ്ററിലുള്ള ഒരു വലിയ അത്യഗാധമായ ഗർത്തം, ആ കിടങ്ങ് കണ്ടുപിടിക്കാൻ ഈ ചന്ദ്രയാൻ 3 റോവറിനായി എന്നാണ് വന്നിരിക്കുന്ന റിപ്പോർട്ട്. എത്രയെത്ര മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന ഈ വലിയ നേട്ടത്തെക്കുറിച്ച് വലിയ പ്രാധാന്യത്തിൽ വരുന്നു. നമ്മൾ പലപ്പോഴും വിവാദങ്ങൾക്ക് പിന്നാലെ മാത്രം സഞ്ചരിക്കുകയും നമ്മുടെ രാജ്യം നേടിയിരിക്കുന്ന അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ കണ്ടില്ല നടിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം റോവർ ലാൻഡ് ചെയ്തിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ലോകത്തിലെ പല സമ്പന്ന രാജ്യങ്ങളും അതിസമ്പന്നരായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ സമ്പന്നരായ രാജ്യങ്ങളും ഈ ദക്ഷിണ മേഖലയിൽ പോയി ലാൻഡ് ചെയ്തിട്ടില്ല എന്ന സത്യം മനസ്സിലാക്കിയിട്ടും 26 കിലോഗ്രാം മാത്രം ഭാരമുള്ള പ്രഗ്യാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ റോവർ ഇഴഞ്ഞിഴഞ്ഞ് കണ്ടുപിടിച്ച കാര്യങ്ങൾ ലോകവിസ്മയമായി തുടരുകയാണ്. വൻ ശക്തികൾ പോലും ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയിൽ, ബഹിരാകാശ ഗവേഷണത്തിൽ നേടിയിരിക്കുന്ന ഈ പുരോഗതിയെക്കുറിച്ച് അത്ഭുതത്തോടെ നിൽക്കുമ്പോൾ നമ്മളത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയാനാണ്? ഏതായാലും 900 കോടി രൂപ ബഡ്ജറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ചന്ദ്രയാൻ പ്രോജക്റ്റിന് വേണ്ടി 750 കോടി രൂപ പോലും ചെലവഴിക്കാതെ നമ്മൾ ഉള്ള കാശിന് ലോകത്തിന് മാതൃക കാണിക്കുന്ന പുതിയ വിസ്മയകരമായ കണ്ടുപിടുത്തങ്ങളുമായി രംഗത്ത് വരുമ്പോൾ ഇന്ത്യയുടെ ISRO അഭിനന്ദനം അർഹിക്കുക തന്നെയാണ്. പല രാജ്യങ്ങളും പല വമ്പൻ ശക്തികളും മൂടിവെച്ചാലും നമ്മളതൊന്നും മൂടി വയ്ക്കരുത്. 160 കിലോമീറ്ററിലെ ഒരു ഗർത്തം ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ ഉണ്ട് എന്ന് കണ്ടെത്താൻ പറ്റിയത് ലോകം അത്ഭുതത്തോടെ സ്വീകരിക്കുമ്പോൾ നമ്മളതിന് കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഇനിയുള്ള പദ്ധതികൾ, ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ എല്ലാവർക്കും മാതൃകയായി മാറട്ടെ എന്ന ആശംസകളോടുകൂടിയാണ് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തി നമ്മുടെ പ്രഗ്യാൻ എന്ന റോവർ, നമ്മുടെ ചന്ദ്രയാൻ 3 ഒരു വർഷത്തിനിടയിൽ കണ്ടെത്തിയിരിക്കുന്ന ഈ വലിയ പ്രതിഭാസം ലോകമറിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത്.